ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ നോമ്പുകാല യാത്രയുടെ 5-ാം ദിനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഗെത്സമനി തോട്ടത്തിലെ യേശുവിനെയാണ് കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൊച്ചു കഥ. ഒരിക്കൽ ഒരു ശില്പി വലിയൊരു കല്ല് ചെത്തിമിനുക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തിനാ ആ പാപം കല്ലിനെ ഇങ്ങനെ അടിച്ചു വേദനിപ്പിക്കുന്നത്? ശില്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനതിനെ വേദനിപ്പിക്കുകയല്ല, അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു ശില്പത്തെ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ വേദനകളും ഗെത്സമനി അനുഭവങ്ങളും നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ദൈവചൈതന്യത്തെ പുറത്തെടുക്കാനാണ്. ഗെത്സമനിയിൽ നിന്ന് ഇന്ന് നമുക്ക് പഠിക്കാൻ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥന ഒരു ശീലമാക്കാം. മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. യേശു പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി എന്നാണ് വചനം പറയുന്നത്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് ദൈവത്തെ വിളിക്കുന്നത്. എന്നാൽ പ്രാർത്ഥന നമ്മുടെ ശ്വാസം പോലെ ഒരു ശീലമാക്കണം. ഇന്ന് തിരകൾക്കിടയിൽ ഒരല്പസമയം ദൈവത്തോടൊപ്പം ഇരിക്കാൻ മാറ്റിവെക്കാം. അത് നമ്മെ ഏത് കാറ്റിലും ഉലയാതെ നിർത്തും. രണ്ടാമത്തെ കാര്യം, ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാം. സറണ്ടർ ടു ഗോഡ്സ് വിൽ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് യേശുവിന് കുരിശിലേറാൻ കരുത്തു നൽകിയത്. നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ വലിയ പ്ലാനിന് മുൻഗണന നൽകാം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, എനിക്ക് വേണ്ടതല്ല, നിനക്ക് എന്നെക്കുറിച്ച് എന്താണോ ആഗ്രഹം അത് നടക്കട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറഞ്ഞു നോക്കൂ. മനസ്സിന് വലിയൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസം ലഭിക്കും. മൂന്നാമത്തെ കാര്യം, ആത്മീയ മരവിപ്പിൽ നിന്നുണരാം. ഓവർകം സ്പിരിച്വൽ നംനെസ്. ശിഷ്യന്മാർ ഉറങ്ങിപ്പോയത് ദുഃഖം കൊണ്ടാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ കണ്ട് മടുത്ത് പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത ഒരു ആത്മീയ മരവിപ്പ്, സ്പിരിച്വൽ നംനെസ് നമ്മുടെ ഉള്ളിലും വരാം. പക്ഷേ ഉണർന്നിരുന്നാലേ പരീക്ഷകളെ ജയിക്കാൻ പറ്റൂ. ജീവിതം മടുക്കുമ്പോഴോ തളരുമ്പോഴോ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. ആ സമയത്ത് നാം ഏറ്റവും കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത് പ്രാർത്ഥന ശീലമാക്കാം. സ്റ്റേ പ്രയർഫുൾ. ദൈവഹിതം നേടാം. സ്റ്റേ ഹംബിൾ. മരവിപ്പ് മാറ്റാം. സ്റ്റേ എവായ്ക്ക്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.